അതേസമയം പമ്പയിൽ പോലീസ് പിന്തിരിഞ്ഞതിൽ വിശദീകരണം തേടും. IG വിജയ് സാഖറയോടാകും വിശദീകരണം തേടുക. DGP കേരളത്തിലെത്തിയ ശേഷമാകും നടപടി. പിന്തിരിഞ്ഞതിൽ പോലീസിനുള്ളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. VV വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. വിനോദ്, സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരിക, പിന്നീട് പ്രതിഷേധക്കാർക്ക് മുൻപിലേക്ക് എറിഞ്ഞുകൊടുക്കുക, ഇതാണ് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ശബരിമലയിൽ സംഭവിച്ചത്. ഈ പോലീസിന്റെ ഈ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധവും പല കോണിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ അവസരത്തിലാണോ DGPയുടെ ഇടപെടൽ? അമീന, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസ് ഇന്ന് പമ്പയിൽ പിന്തിരിഞ്ഞത് സംബന്ധിച്ച് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്, ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അതിർത്തിയുമായി ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അവർ DGP ഇക്കാര്യം അറിയിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും DGP ഇത് സംബന്ധിച്ച് വിജയ് സാഖറയോട്, കൊച്ചി റേഞ്ച് ഐജിയാണ്, അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ച വിശദീകരണം തേടും. വിജയ് സാഖറയ്ക്കാണ് പമ്പയുടെയും സന്നിധാനത്തെയും സുരക്ഷാ ചുമതലയുള്ളത്. അതോടൊപ്പം തന്നെ ഏത് സാഹചര്യത്തിൽ ഏത് നിർദ്ദേശമനുസരിച്ചാണ് പോലീസ് ഇത്തരത്തിൽ പിന്മാറിയത് എന്ന കാര്യത്തിലായിരിക്കും ഈ വിശദീകരണം ചോദിക്കുക. പമ്പയുടെ ചുമതല മാത്രം SP കാർത്തികേയൻ ഗോകുലേന്ദ്രന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം ബറ്റാലിയൻ കമാൻഡന്റ് ആണ്. അദ്ദേഹത്തിനായിരുന്നു പമ്പയുടെ ചുമതല ഉണ്ടായിരുന്നത്. വിജയ് സാഖറയുടെ മേൽനോട്ടത്തിലായിരുന്നു. അദ്ദേഹത്തോടും ഇത് സംബന്ധിച്ച് വിശദീകരണം തേടും. ഏതായാലും പോലീസിനുള്ളിൽ വലിയ ഭിന്നതയുണ്ട്. പോലീസ് ഇത്തരത്തിൽ പിന്മാറിയത് സംബന്ധിച്ച് നേരത്തെയും പ്രതിഷേധക്കാരെ തുടർന്ന്, അവരുടെ പ്രതിഷേധത്തെ തുടർന്ന് യുവതികളെ തിരികെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അന്ന് ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു പിന്മാറ്റമാണ് ഇന്ന് സേനയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ അതൃപ്തി നിലനിൽക്കുകയാണ്. അമീന, ഇന്നത്തെ പോലീസ് നടപടിയിൽ പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുന്നു. പോലീസ് പിന്തിരിഞ്ഞ നടപടി ശരിയായില്ല എന്നുള്ള പ്രതികരണമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത്. വീണ്ടും VV വിനോദ് ചേരുകയാണ്. വിനോദ്, അതായത് ഇന്നത്തെ പോലീസ് നടപടിയിൽ മുൻപെങ്കും ഇല്ലാത്ത രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട്. അത് പോലീസ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ള കാര്യങ്ങളല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഏതായാലും വലിയ ഭിന്നത ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇത് DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. കാരണം പോലീസിന് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലാണ് ചില കാര്യങ്ങൾ ഇന്ന് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യമാണ് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. DGPമാരുടെ യോഗമുണ്ടായിരുന്നു. 2 ദിവസമായി അദ്ദേഹം സംസ്ഥാനത്തിന് പുറത്താണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം കേരളത്തിൽ മടങ്ങിയെത്തും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. അമീന, ശരി. VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്.